ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, എലിസബത്ത് സാൻഡോയുടെ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല എന്ന സന്ദേശങ്ങളുടെ ഡയറിയിലെ 17-ാമത്തെ ഭാഗം നമുക്ക് വായിക്കാം. കഴിഞ്ഞ ദിവസം 16-ാമത്തെ ഭാഗത്തിൽ ഞാൻ നോട്ട് ചെയ്ത ഒരു പോയിൻ്റായിരുന്നു, ഏറ്റവും ചെറിയ ഒരു ത്യാഗം പോലും സ്നേഹത്തോടെ ചെയ്യുന്നതാണെങ്കിൽ ത്രിയേക ദൈവസന്നിധിയിൽ അതൊരു വലിയ കാര്യമാണ് എന്നത്. നമുക്ക് ഈ പോയിൻ്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ എഴുതി സൂക്ഷിക്കാം, നമ്മുടെ പുസ്തകത്തിലും എഴുതി സൂക്ഷിക്കാം. ഈ എലിസബത്ത് സാൻഡോ ഇടയ്ക്കിടയ്ക്ക് പരാതിയായിട്ട് കർത്താവിൻ്റെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഈശോ പറയും, നീ വീണ്ടും പരാതിയുമായിട്ടാണ് വരുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ ആത്മാവ് വേദനിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കൾ സാത്താൻ്റെ പിടിയിലകപ്പെട്ട് നിത്യനാശത്തിലേക്ക് പോകുന്നു. എൻ്റെ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയ്ക്ക് മാത്രമേ എന്നെ ആശ്വസിപ്പിക്കാനാവൂ. നീയും എൻ്റെ വേദന കുറയ്ക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ്. അതുകൊണ്ടാണ് ഞാൻ നൽകുന്ന സഹനവും സ്വീകരിക്കാൻ നിന്നോട് പറയുന്നത്. എൻ്റെ കർമ്മലീത്ത മകളെ, പരിശുദ്ധാമ്മ പറഞ്ഞു, നിൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ എത്ര വലുതാകട്ടെ, പൊരുതുന്നത് നിർത്തരുത്. എൻ്റെ സ്നേഹാഗ്നി ജ്വാല ഇപ്പോൾ ഭൂമിയിൽ പ്രസരിച്ചു കൊണ്ടിരിക്കുന്നത് വഴി കൃപയുടെ ഒരു പുതിയ യുഗത്തിലേക്ക് മുമ്പെങ്ങുമില്ലാത്ത വിധം ലോകം വരികയാണ്. ലോകം ഈ അവസാന കാലത്ത് ഒരു പുതിയ അവസ്ഥയിലേക്ക് വരുന്നത് പരിശുദ്ധ അമ്മ വഴിയാണ് എന്നതാണ് പറയുന്നത്. അതുപോലെ എലിസബത്ത് സാൻഡോ കുറേയധികം വേദനകൾ സഹിക്കുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. അപ്പോൾ മരണാസന്നരായ ആത്മാക്കൾക്ക് വേണ്ടി സഹിക്കണം എന്നാണ് സന്ദേശം വന്നത്. എന്നിട്ട് ആ സമയത്ത് ഈശോ പറഞ്ഞു, നീ കഠിനമായി സഹിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതിങ്ങനെ ആവണമെന്ന് ഞാൻ കരുതുന്നതാണിത്. ഞാൻ നിന്നോട് പറയട്ടെ, നീ തെറ്റിദ്ധരിക്കപ്പെടണം, സഹിക്കണം, നിന്ദിക്കപ്പെടണം, ഉപേക്ഷിക്കപ്പെടണം. ഇതാണ് യഥാർത്ഥത്തിൽ എൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരൽ. ഇതുവഴി അനേകം ആത്മാക്കൾ രക്ഷ നേടും. ആത്മാക്കൾ രക്ഷ നേടാനുള്ള വഴി നമ്മൾ സഹിക്കണം, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടണം, നമ്മൾ നിന്ദിക്കപ്പെടണം. ഇതൊക്കെയാണ് ആത്മാക്കളെ നേടാനുള്ള സഹനം. എലിസബത്ത് സാൻഡോ ഒരു ക്യാൻസർ രോഗിയായിരുന്നു കേട്ടോ. പക്ഷേ ക്യാൻസർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നീട് ഈശോ പറഞ്ഞു, ഓരോ നിമിഷവും വേദന നിൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പീഡിപ്പിക്കുന്നു. കർത്താവ് പറയാണ്, മോളെ, ദശാബ്ദങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഓരോ ആത്മാക്കൾ നേടുന്ന കൃപകളേക്കാൾ വളരെ മഹത്തരമാണ് ഈ വേദന കൊണ്ട് നീ നേടുന്ന അനുഗ്രഹങ്ങൾ. ഇതിന് നീ നന്ദിയുള്ളവളായിരിക്കുക. പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം അവൾക്ക് പ്രിയപ്പെട്ടവരിൽ ഒരാളായി അവൾ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിൽ പറയുന്നൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ദശാബ്ദങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നേടുന്ന കൃപകളേക്കാൾ വളരെ മഹത്തരമാണ് ഈ വേദന കൊണ്ട് നീ നേടുന്ന അനുഗ്രഹങ്ങൾ. അപ്പോൾ സഹനത്തിൻ്റെ വില എത്രയാണ്? ഇപ്പോഴാണ് ഓരോ വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെച്ചതൊക്കെ നമുക്ക് ശരിയായിരുന്നു, എത്ര ശരിയാണ് എന്ന് തോന്നുക. മരത്താക്കരയിലെ നോബർട്ടമ്മ പറഞ്ഞില്ലേ, സഹിച്ചത് നേട്ടം, സുഖിച്ചത് നഷ്ടം എന്ന്. അപ്പോൾ അനുഗ്രഹങ്ങൾ, കൃപകൾ ലഭിക്കണമെങ്കിൽ
ഈശോ നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ സഹനം, വേദനയായിരിക്കും നമ്മുടെ കൂടെ. അത് വിചാരിച്ച് എപ്പോഴും വേദനയല്ല, ആത്മീയമായോ മാനസികമായോ ഒക്കെ സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കും. ഭൗതികമായ സന്തോഷങ്ങളാണ് ദൈവം നമ്മിൽ നിന്നും അകറ്റി നിർത്തുന്നത്. അത് ദൈവത്തിൻ്റെ പോലെ ഈശോയോടൊപ്പമായിരിക്കാൻ, ഈശോയോടൊപ്പം സഹിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഈശോ ഒരു ദിവസം പറഞ്ഞു എന്ന്, ഒരു ദിവസം എലിസബത്ത് സാൻഡോ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക ഈശോയുടെ മരണം. അപ്പോൾ 3 മണിയാകാൻ 20 മിനിറ്റ് ഉണ്ട്. ആ സമയം ഈശോ പറഞ്ഞു, മോളെ, മരണത്തിന് മുമ്പിലത്തെ 20 മിനിറ്റ് സമയത്താണ് ഞാൻ ഏറ്റവും അധികം സഹിച്ചത്. മരണത്തിന് മുമ്പുള്ള 20 മിനിറ്റ്, 3 മണിക്കല്ലേ മരണം, അപ്പോൾ അതിനു മുമ്പുള്ള 20 മിനിറ്റ് ഈശോ അതികഠിനമായി സഹിച്ച സമയമാണെന്ന് നമുക്ക് ഈ സമയം ഓർത്തു വയ്ക്കാം. എന്നിട്ട് ഈശോ പറയാണ്, നീ എൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവളാണെന്ന് നിനക്കിപ്പോൾ സംശയമൊന്നുമില്ലല്ലോ. നിൻ്റെ വിശ്വാസം, സഹനം ഒക്കെ എന്നെ ഏറെ ഇഷ്ടപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിൻ്റെ വിശ്വാസം മൂലം നിനക്ക് കുറേയേറെ കൃപകൾ സ്വീകരിക്കാനും പറ്റുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി സഹനം, ത്യാഗം അനുഭവിക്കുന്നവരെ എല്ലാവരോടും ഈശോ പറയുന്ന ഒരു കാര്യമാണിത്. അതായത്, നിൻ്റെ ജീവനുള്ള വിശ്വാസത്താൽ നിൻ്റെ ആത്മാവ് പ്രസാദപരത്തിലാകുന്നു. ജീവനുള്ള വിശ്വാസം കൊണ്ട്, അതുകൊണ്ട് ഏറെ കൃപകൾ സ്വീകരിക്കാൻ നിൻ്റെ ആത്മാവിന് കഴിയുന്നു എന്ന്. ഈ എലിസബത്ത് സാൻഡോയ്ക്ക് എല്ലാ വ്യാഴം, 1-ാം വ്യാഴവും വെള്ളിയും വലിയ സഹനത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഇന്ന് വലിയ സഹനമായിരുന്നു, 1-ാം വ്യാഴവും വെള്ളിയും. അപ്പോൾ ഈ സഹനം കൂടുമ്പോൾ ഈശോ അടുത്തു വരും. എന്നിട്ട് ചോദിക്കും, വിളവധികം വേലക്കാരോ ചുരുക്കം. പ്രത്യേകിച്ച് പൂർണ്ണ മനസ്സോടെ വേല ചെയ്യുന്നവർ. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യണമെന്ന്. അതുപോലെ നിൻ്റെ ത്യാഗങ്ങൾ, ഒരിക്കലും കത്തിത്തീരാത്ത ത്യാഗങ്ങൾ, അതാണ് എനിക്ക് വേണ്ടത്. പിന്നീട് ഈശോ സംസാരിച്ചു, വചനം മാംസമായ ശേഷം എൻ്റെ അമ്മ ഇത്രയേറെ ബഹുമാനം സ്വീകരിച്ചിട്ടില്ല. ഞാൻ നിന്നോട് പറയട്ടെ, ലോകത്തിലെവിടെയെങ്കിലും ഉയരുന്ന ഒരു നെടുവീർപ്പ്, ഒരു പ്രാർത്ഥന എല്ലാം സ്നേഹാഗ്നി ജ്വാലയോട് ചേരുമ്പോൾ ഒരൊറ്റ സഹായത്തിന് വേണ്ടിയുള്ള നിലവിളിയായി മാറുന്നു. അതാണ് ഈശോ പറയുന്നത്. നമ്മൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ നമ്മൾ ഏതെങ്കിലും കോണിലിരുന്ന് സഹിക്കുമ്പോൾ, അത് അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയോട് ചേർത്ത് സഹിച്ചാൽ അത് വലിയ പ്രാർത്ഥനയായി മാറുമെന്ന്. അതുപോലെ 19ാമത്തെ പോയിൻ്റായി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈശോ പറയുക, ഓഗസ്റ്റ് 6-ാം തീയതി 1963 ഒരു ആത്മാവിനെ യഥാർത്ഥത്തിൽ ജീവനുള്ളതാക്കുന്നത് എന്താണെന്ന് നിനക്കറിയുമോ? എന്നിട്ട് പറഞ്ഞു, നിരന്തരമായ പ്രാർത്ഥനയും ത്യാഗങ്ങളുമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ആത്മാവ് മരിക്കും. എന്നിട്ട് പറയാണ്, നീയേ ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് പറഞ്ഞു, ശരീരത്തിന് നിങ്ങൾ മരുന്ന് കൊടുക്കുന്നില്ലേ, ശുശ്രൂഷ കൊടുക്കുന്നില്ലേ, അതുപോലെ ആത്മാവിനും ശുശ്രൂഷ വേണം. ഈ ശരീരത്തിനും ആത്മാവിനും ഇടയിൽ തിന്മ പ്രവർത്തിക്കും. ഇതാണ് ആത്മാവിനെ പിടിച്ചുലയ്ക്കുന്നത്. ആത്മാവ് ശക്തമായ നിയന്ത്രണത്തിലല്ലെങ്കിൽ അത് നശിക്കും. അതുകൊണ്ട് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുക, തുടരെ യാചിക്കുക.
എത്രമാത്രം ചോദിക്കുന്നു അത്രയും കൃപകൾ ഞാൻ നൽകാം. എന്നിട്ട് പറയാണ്, എൻ്റെ സ്നേഹം സകല കാര്യങ്ങളും നേരിടാൻ കഴിവുള്ളതാണ്. നീ വിളിക്കുമ്പോഴൊക്കെ നിൻ്റെ അരികിൽ ഞാൻ വരുന്നുണ്ട്. നിന്നെ സുഖപ്പെടുത്താൻ, നിന്നെ തലോടി ആശ്വസിപ്പിക്കാൻ. എൻ്റെ പക്കലേക്ക് വരാൻ നീ ഒറ്റ കാൽവെപ്പ് വെച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ചെയ്യും. ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹത്തിനും കരുതലിനും നിങ്ങൾ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു നന്ദി പറഞ്ഞാൽ മതി. നിങ്ങൾ എന്നോട് നന്ദി പ്രകടിപ്പിച്ചാൽ മതി. എന്നിട്ട് പറയാണ്, പശ്ചാത്തപിക്കുന്ന ആത്മാക്കളുടെ എണ്ണം വർദ്ധിക്കാൻ നീ പ്രാർത്ഥിക്കണം എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദൈവം പോലെ ആഗ്രഹിക്കുന്നുണ്ട് നന്ദി. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്തിട്ടേ സഹായം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവരുടെ നന്ദിയില്ലാത്ത പെരുമാറ്റമൊക്കെ കാണുമ്പോൾ മനുഷ്യരായ നമ്മൾ ചിന്തിക്കും, എന്തുമാത്രം കഷ്ടപ്പെട്ടതാ, ഒരു നന്ദിയില്ല എന്ന് നമ്മൾ പറയും. ശരിക്കും നന്ദി നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട് നന്ദി. അതുകൊണ്ടല്ലേ കുഷ്ഠരോഗികൾ മടങ്ങി വന്നപ്പോൾ 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെ എവിടെ? ദൈവം ഇതിന് കൈക്കൂലിയായിട്ട് വേറെ പൈസയും സാധനങ്ങളൊന്നുമല്ല ആഗ്രഹിച്ചത്. നന്ദി ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ സന്തോഷിപ്പിക്കും. അപ്പോൾ ചെയ്തു കൊടുത്ത നന്മ പ്രവൃത്തികൾക്ക് നന്ദി കിട്ടിയിട്ടില്ലെങ്കിലോ ആ ചെയ്ത് കൊടുത്ത ആളുടെ ആത്മാവിൻ്റെ സ്ഥിതി എത്ര മനോഹരമായിരിക്കും. മരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഈശോ ചോദിക്കും, നീ കുറേ നല്ല പ്രവൃത്തി ചെയ്തല്ലേ, ഒരൊറ്റ ആളുടെ കയ്യിൽ നിന്ന് നന്ദി കിട്ടിയില്ല, അതിനാണോ നീ വിഷമിച്ചത്? പക്ഷേ ഇവിടെ നിനക്ക് വേണ്ടി ഞാനൊരു കൊട്ടാരം പണിതിരിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഒപ്പം നീ നിത്യതയിലായിരിക്കും. ഇങ്ങനെയാണ് മാനസികമായിട്ട് നമ്മൾ നന്ദി ആഗ്രഹിക്കും. ദൈവം ആഗ്രഹിച്ചില്ലേ നന്ദി? അപ്പം നമ്മൾക്കും ആഗ്രഹിക്കാം. അതുപോലും കിട്ടിയില്ലെങ്കിലോ അപ്പോൾ ചെയ്തു കൊടുത്തവൻ്റെ കൃപ മേൽക്കുമേൽ വർദ്ധിക്കും. ഈ എലിസബത്ത് സാൻഡോ പള്ളി വൃത്തിയാക്കായിരുന്നു. അപ്പോൾ കുമ്പസാരിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഈശോ പറയുകയാണ്, ആ സമയത്ത് ഇതുപോലെ ഈ പള്ളിയുടെ പോലെ എൻ്റെ വാസസ്ഥലമായ വ്യക്തികൾ വിശുദ്ധിയുള്ളവരാണെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എലിസബത്ത് ചോദിച്ചു, അങ്ങനെ തന്നെയല്ലേ? ദുഃഖത്തോടെ അവിടുന്ന് പറഞ്ഞു, നിർഭാഗ്യവശാൽ അങ്ങനെയല്ല. ഈശോയുടെ വാസസ്ഥലമായ നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധിയുള്ളവരാകാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പിന്നീട് എലിസബത്തിനോട് പറയുന്നുണ്ട്, നീ ഈ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയും കൊണ്ട് നടക്കുമ്പോൾ പരിഹസിക്കപ്പെടാനുള്ള സാധ്യത ഏറെയുണ്ട്. പക്ഷേ പരിഹസിക്കപ്പെടുമ്പോൾ നീ ഒരിക്കലും നിരാശപ്പെടരുത് എന്ന്. അതിൽ കൂടെയാണ് ഞാൻ ആത്മാക്കളെ നേടാനായിട്ട് തുടങ്ങുന്നത്. ഒരു ദിവസം എലിസബത്ത് പള്ളിയിലിരിക്കുകയായിരുന്നു. പള്ളിയിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടില്ല. പള്ളി ഒരു സിസ്റ്റർ വന്ന് പൂട്ടിപ്പോയി. അപ്പോൾ എലിസബത്ത് ഈശോയെ ഒറ്റയ്ക്ക്. അപ്പോൾ സഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശക്തമായി ചെയ്യുമായിരുന്നു. അപ്പോൾ ആൾ പള്ളിയുടെ ഉള്ളിൽ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചൊല്ലുന്ന സമയം അവസാനം പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മയുടെ സ്നേഹാഗ്നിജ്വാലയുടെ കൃപകൾ മനുഷ്യവംശം മുഴുവനിലേക്ക് അയക്കണമേ. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ആമേൻ എന്ന് എലിസബത്ത് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുകയാണ്, അമ്മയുടെ സ്നേഹാഗ്നിജ്വാലയെ ഓർക്കാനേ. അപ്പോൾ ഈ ഉത്സാഹം കണ്ടപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, മോളെ, നിനക്ക് ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുന്ന ആത്മാക്കളോടുള്ള കരുതൽ കണ്ട് ഞാൻ നിൻ്റെ ആർദ്രതയുടെ ആഗ്രഹം മനസ്സിലാക്കണം. നീ എന്നെ ബഹുമാനിച്ചുകൊണ്ട് 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഇതുവഴി ഒരു ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ നിൻ്റെ സഹനത്തിനും ഉത്സാഹത്തിനും സമ്മാനമായിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയമേ ഇതുപോലെ ചൊല്ലുമ്പോൾ 10 ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടും. ഇങ്ങനെ
എലിസബത്തിനൊരു വാഗ്ദാനം കൊടുത്തു. അത് എത്ര വലിയ സന്തോഷമാണ് എലിസബത്തിന് ഉണ്ടാക്കിയത്. ഒരുപാട് നന്ദി പറഞ്ഞു, നെടുവീർപ്പുകളുടെ നന്ദി. ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന പുരോഹിതരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോ പറഞ്ഞു ഉപവസിച്ച് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞ്. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന പുരോഹിതരുടെ ആത്മാക്കൾക്ക് വേണ്ടി. ഉപവാസം ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് വല്ലാണ്ട് വിഷമം വന്നപ്പോൾ ഈശോ പറഞ്ഞു, മോളെ വിശ്രമിച്ചോ, ഞാൻ കുറച്ച് സമയം കൂടി നിന്നോട് കൂടി ഇരിക്കാം. പാവം ഈശോ അല്ലേ, മനുഷ്യന്മാർക്ക് വിഷമം വരുമ്പോൾ ഈശോ കൂടെ ഇരിക്കും. എന്നിട്ട് പറയാം, മോളെ ഞാൻ ഇങ്ങനെ വെറുതെ അലയാണ്, അതായത് ആത്മാക്കളെ തേടിയിട്ടേ. ഞാൻ ആദ്യം എനിക്കായി സമർപ്പിക്കപ്പെട്ട ആത്മാക്കളുടെ അടുത്തേക്കാണ് പോവുക. അങ്ങനെ ആത്മാക്കളുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് സമർപ്പിക്കപ്പെട്ട ആത്മാക്കളൊക്കെ ഈശോയെ ദുഃഖിപ്പിക്കുക. അപ്പോഴാണ് ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുക. എലിസബത്തിന് ഇതുപോലെ കുറേ സംശയങ്ങൾ വരും. ഈ സംശയങ്ങൾ വലിയ സഹനമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ പറയും, മോളെ നിൻ്റെ ഈ സഹനങ്ങൾ മരണാസന്നർക്ക് വേണ്ടി കാഴ്ചവെക്കുക. മരണാസന്നർ അനുദപിക്കണം, അതിന് ഏറ്റവും വലിയ ആവശ്യം. കാരണം അവരിനി ശുദ്ധീകരണാത്മാക്കളാവാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ യഥാർത്ഥ അനുതാപം കിട്ടണം. ഈ മരണസമയത്ത് സാത്താൻ അവരെ അന്ധരാക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് സാത്താനും മരണമടയുന്ന വ്യക്തിയും തമ്മിലുള്ള യുദ്ധം നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജാഗരണ പ്രാർത്ഥനയിലൂടെ അത് നിൽക്കും. അങ്ങനെ എൻ്റെ സ്നേഹാഗ്നിജ്വാലയുടെ അത്ഭുതകരമായ ഇടപെടൽ മൂലം കഠിനമായ ഹൃദയമുള്ള പാപികൾ പോലും മാനസാന്തരപ്പെടും. ഒരൊറ്റ ആത്മാവ് പോലും നശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാത്മാവ് പോലും നശിച്ചു പോകരുത് എന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. സ്വർഗം അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ നീ ഏറ്റവും കൂടുതൽ മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്ത് എവിടെയൊക്കെ മരണാസന്നരുണ്ട് അവരൊക്കെ അനുദപിക്കണം. അങ്ങനെ അവർ അനുദപിച്ച് ആ ആത്മാക്കളെ മുഴുവൻ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അപ്പം മരണാസന്നർക്ക് വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിക്കണം. ശരിക്കും അവർക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പം മരിക്കാനായിട്ട് വിധിക്കപ്പെട്ടവർ, അവർക്ക് അനുതാപം കിട്ടണം. അതുപോലെ അവരുടെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറഞ്ഞ് പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്യണം. അമ്മ പറയുകയാണ്, സ്വർഗം നോക്കിയിരിക്കുക. ഓരോ മക്കളും മരിക്കുമ്പോൾ രക്ഷപ്പെടുമോ, അനുദപിക്കുമോ, എൻ്റെ പിതാവേ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമോ? അതുകൊണ്ട് ഈ സ്നേഹാഗ്നിജ്വാലയെ നമ്മൾ വണങ്ങിക്കൊണ്ട്, അതായത് ഈശോയെ നമ്മൾ ഓർത്തുകൊണ്ട്, അത് പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലാണ് ജ്വലിക്കുന്നത്. അവരുടെ ഹൃദയങ്ങൾ രണ്ടും ഒന്നല്ലേ. എന്നിട്ട് നീ ഈ പ്രാർത്ഥനകളൊക്കെ അതിനെ പ്രതികാഴ്ച വയ്ക്കുക, ഈ ആത്മാക്കളെയൊക്കെ മരണാസന്നരെയൊക്കെ. അപ്പോൾ അവരൊക്കെ മാനസാന്തരപ്പെടും. ഒരൊറ്റ ആത്മാവ് പോലും നരകത്തിൽ പോകാൻ പാടില്ല. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് സഹിക്കണം, നിന്ദിക്കപ്പെടണം, എല്ലാം ത്യജിക്കണം. ഈശോ പറയുന്ന പോലെ വേദനകൾ ഏറ്റെടുക്കണം. അതെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണം. മരിച്ചുപോയവർക്ക് വേണ്ടിയും ഇപ്പോൾ പാപത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയും മരണാസന്നർക്ക് വേണ്ടിയും പ്രത്യേകിച്ച്. എന്നിട്ട് ഈശോ പറയുക, ഇതിനൊക്കെ നിൻ്റെ സഹനം എനിക്ക് ആവശ്യമുണ്ട്. അമ്മ പറയാണ്, എൻ്റെ കുഞ്ഞെ, നീ എൻ്റെ മാതൃ ഹൃദയത്തിൽ വിശ്വസിക്കുക. വിനയവും ത്യാഗവും ഇത് രണ്ടും ഇണപിരിയാതെ നിൻ്റെ ആത്മാവിനെ ഭരിക്കട്ടെ. വിശ്വസിക്കുക എൻ്റെ മാതൃസ്നേഹം വഴി ഞാൻ സാത്താനെ അന്ധനാക്കുകയും ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. എല്ലാ സന്ദേശങ്ങളിലും അമ്മ പറഞ്ഞിട്ടുണ്ട്, അവസാനം ഞാൻ വരും, എൻ്റെ വിമല ഹൃദയം അന്തിമ വിജയം വരിക്കും. പക്ഷേ അതിനായിട്ട് എന്താണ് വേണ്ടത്?
ധാരാളം പ്രാർത്ഥന ആവശ്യമുണ്ട്, സഹനം ആവശ്യമുണ്ട്, ത്യാഗം ആവശ്യമുണ്ട്. അതിനായിട്ടാണ് അമ്മയും ഈശോയും ഓടി നടക്കുന്നത്. അതുപോലെ ഉപവാസം, അത് വലിയ ഫലം ചെയ്യും കേട്ടോ. അങ്ങനെ അമ്മ എലിസബത്തിനോട് വേദനകൾ സഹിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കും ഈ പോയിൻ്റുകളൊക്കെ ഓർക്കാം. വിനയം, ത്യാഗം, വിശ്വാസം, വിശുദ്ധി, ഇതെല്ലാം കൈമുതലാക്കാൻ ശ്രമിക്കാം. അനേക ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവർ രക്ഷപ്പെട്ടോ അത് ചോദിക്കരുത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മളോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കണേ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. എപ്പോഴും ഓർക്കാം, മരണാസന്നർ, അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. കാരണം ഈ നിമിഷം കഴിഞ്ഞാൽ അവരിവിടുന്ന് പോകും. പിന്നെ ആത്മാവായിട്ടുള്ള സഹനമാണ്. ശരീരത്തിൽ സഹിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശരീരം വിട്ടുപോയാൽ പിന്നെയുള്ള സഹനം വർഷങ്ങളോളം നീണ്ടു കിടക്കേണ്ട വരും. അതുകൊണ്ട് മരണാസന്നർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപം കിട്ടാൻ, പാപിയാണ് ഞാനെന്ന തിരിച്ചറിവ് ലഭിക്കാൻ. ഇപ്പോഴത്തെ മരണാസന്നരുടെ അടുത്തേക്ക് പോകുമ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു പ്രത്യേകത, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരൊറ്റ പാപം പോലും ചെയ്തിട്ടില്ല മോളെ, ഇതാണ് പറയുന്നത്. ഒരൊറ്റ പാപം ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ പാപിയാണ് എന്ന തിരിച്ചറിവാണ് ഏറ്റവും അധികം വേണ്ടത്. ഞാൻ ചിലരോടൊക്കെ പറയാം, എന്നാൽ പിന്നെ അമ്മച്ചീനെ നമുക്ക് ചില്ലുകൂട്ടിൽ വയ്ക്കാലേ, തൊട്ടുമുത്താമെന്ന്. അവർ ചെയ്തതൊന്നും പാപമായിട്ട് അവർക്ക് തോന്നണില്ല. ഒരു മനുഷ്യൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണത്. ഞാൻ ചെയ്തതൊന്നും പാപമല്ല. ഞാൻ എന്ത് പാപം ചെയ്തു? ദൈവമേ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യർ മോചിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.